ജ്യോതിഷപരമായി പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹം വൈകുന്നു അല്ലെങ്കിൽ തടസ്സപ്പെടുന്നു എന്ന് പറയുന്നതിനു പിന്നിൽ ചില പരമ്പരാഗത വിശ്വാസങ്ങളും കാരണങ്ങളുമുണ്ട്. അതോടൊപ്പം പരിഹാരങ്ങളും വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളും എന്തൊക്കെയാണെന്നറിയുവാൻ വീഡിയോ അവസാനം വരെ കാണുക. എന്തുകൊണ്ട് പൂയം നക്ഷത്രത്തിന് വിവാഹവിലക്ക് എന്ന് പറയുന്നു? 1. ശനിയുടെയും ഗുരുവിൻ്റെയും ശക്തമായ സ്വാധീനം. പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. വിവാഹം പോലുള്ള സൗഖ്യകരമായ കാര്യങ്ങളിൽ ശനിയുടെ ശക്തമായ സ്വാധീനം തടസ്സമോ വൈകിപ്പോക്കോ ഉണ്ടാക്കാം. 2. ദേവഗണ സ്വഭാവം. പൂയം ഒരു ദേവഗണ നക്ഷത്രമാണ്. ഇവർക്ക് ആത്മീയത, ത്യാഗം, സേവന മനോഭാവം കൂടുതലായിരിക്കും. കുടുംബജീവിതത്തേക്കാൾ ആത്മീയതയിലേക്കോ ഉത്തരവാദിത്തങ്ങളിലേക്കോ കൂടുതൽ ചായുന്ന സ്വഭാവം, അതായത് വിവാഹത്തിൽ അനാസക്തി, വൈകിപ്പ്. 3. കർമ്മബന്ധങ്ങൾ ശക്തം. പൂയം നക്ഷത്രക്കാർക്ക് മുൻജന്മ കർമ്മഫലങ്ങൾ ശക്തമായി പ്രവർത്തിക്കും. അതിനാൽ വിവാഹം സാധാരണ പോലെ എളുപ്പത്തിൽ നടക്കാതെ പരീക്ഷണങ്ങൾ വന്നേക്കാം. 4. കൂട്ടിച്ചേർക്കൽ ബുദ്ധിമുട്ടുകൾ. പല നക്ഷത്രങ്ങളുമായും പൂയത്തിന് പൂർണ്ണ പൊരുത്തം ലഭിക്കാതെ വരാം. പ്രത്യേകിച്ച് രാജയോഗ നക്ഷത്രങ്ങളുമായി കൂട്ടിയാൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പൂയം നക്ഷത്ര വിവാഹ തടസ്സങ്ങൾക്ക് പരിഹാരങ്ങൾ. 1. ശനിശാന്തി. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം, ശനീശ്വര മന്ത്രം ഓം ശം ശനേശ്വരായ നമഃ 108 പ്രാവശ്യം. 2. ഗുരുപ്രീതിക്ക് വഴിപാടുകൾ. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രധാരണം, കടല, വാഴപ്പഴം ദാനം, ഗുരുമന്ത്രം ജപിക്കുക. 3. ശിവാർച്ചന. പൂയം നക്ഷത്രക്കാർക്ക് ശിവപ്രീതി വളരെ അനുകൂലമാണ്. പ്രദോഷവ്രതം, അഭിഷേകം, ഓം നമഃശിവായ ജപം. 4. കന്യാദാനം അല്ലെങ്കിൽ അന്നദാനം. വിവാഹ തടസ്സം മാറാൻ ഏറ്റവും ശക്തമായ പരിഹാരങ്ങളിലൊന്ന്, പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാർക്ക് ഫലപ്രദം. 5. വിവാഹം വിലക്കുള്ള കാലമല്ലെന്ന് ഉറപ്പാക്കുക. ദശ, ഭുക്തി, ഗോചരസ്ഥിതി പരിശോധിക്കണം. ശരിയായ കാലത്ത് ശ്രമിച്ചാൽ പൂയം നക്ഷത്രക്കാർക്ക് സ്ഥിരവും ദീർഘകാലവുമായ വിവാഹജീവിതം ലഭിക്കും. പ്രധാനമായി ഓർക്കുക, പൂയം നക്ഷത്രത്തിന് വിവാഹം വിലക്കില്ല. വൈകിപ്പ് മാത്രമാണ്, നിരാകരണമല്ല. വൈകിയാലും ഗൗരവമുള്ള, ഉത്തരവാദിത്വമുള്ള ദീർഘകാല ബന്ധമായിരിക്കും. അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയുവാൻ വീഡിയോയുടെ കമന്റ് പരിശോധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക.